ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഒന്ന് ഗുരുവായൂർ പോയായിരുന്നു. അപ്പോൾ തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പം ഞങ്ങളിങ്ങനെ ഓരോന്നിങ്ങനെ സംസാരിക്കുകയായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നത് ഇഷ്ടമാണ്. ഇഷ്ടമല്ല എന്നല്ല, ഞാൻ ട്രാഫിക്കിലാണ്. അപ്പം കുറച്ച് സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പുറത്തുനിന്ന്. അപ്പം ഇങ്ങനെ പോകാനൊക്കെ ഇഷ്ടമാണ്. പക്ഷെ പോകുന്നതിനെക്കാട്ടും, അതായത് ആ സ്ഥലം കാണുന്നതിനെക്കാട്ടും എനിക്കിഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഈ കാറിൽ ഇങ്ങനെ പോകുന്നതും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതും. പിന്നെ ഞങ്ങൾ കാറിൽ പോകുമ്പോൾ കൂടുതലായിട്ട് ഇങ്ങനെ കുറേ പാട്ടൊക്കെ പാടും. അപ്പം അങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ് എനിക്ക് കൂടുതലായിട്ടും ഇഷ്ടം. ഈ സ്ഥലം കാണുന്നതിനെക്കാട്ടും എനിക്കിഷ്ടം അതാണ് കേട്ടോ. അപ്പം ഞങ്ങളിങ്ങനെ സംസാരിക്കുമായിരുന്നു. ഞാൻ പ്രൊഫഷണലി ഒരു നേഴ്സാണ്. അപ്പോൾ ലാലു എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു, നിനക്ക് അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വീഡിയോസൊക്കെ ചെയ്യൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണ്. അപ്പം ഞാൻ ആദ്യം എന്നെക്കുറിച്ചൊന്ന് പറയാം. എൻ്റെ പേര് സാന്ദ്ര. ഞാനിവിടെ ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ MSc നഴ്സിംഗ് ചെയ്യാണ്. അപ്പം എൻ്റെ BSc നഴ്സിംഗ് എല്ലാം കഴിഞ്ഞത് പാലക്കാട് വെച്ചിട്ടാണ് കേട്ടോ. പാലക്കാട് PK ദാസ് മെഡിക്കൽ കോളേജിൽ വെച്ചാണ്, നഴ്സിംഗ് കോളേജിൽ നിന്നാണ് എൻ്റെ BSc കഴിഞ്ഞത്. ഇപ്പം ഞാൻ PG ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ആലപ്പുഴയിൽ. ഇനി സെക്കൻഡ് ഇയർ ആണ്. ഇനിയിപ്പോൾ 5 months കൂടെ കഴിഞ്ഞാൽ കോഴ്സ് കഴിയും. അപ്പം ഞാൻ നഴ്സിംഗ് എടുക്കണം എന്ന് വിചാരിച്ച സമയത്ത് എനിക്കിങ്ങനെ ചോദിക്കാനും എങ്ങനെയാണ് സെലക്ട് ചെയ്യേണ്ടത് സ്പെഷ്യാലിറ്റി, അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എൻട്രൻസിന് ഒന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ റാൻഡംലി കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. എൻ്റെ പഴയ ടെക്സ്റ്റ് ബുക്കൊക്കെ എടുത്ത് പഠിച്ചു. അങ്ങനെയാണ് എൻട്രൻസിന് പ്രിപ്പയർ ചെയ്തത്. അല്ലാണ്ട് എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ അതുപോലെ തന്നെ ഇപ്പോഴും കുറേ പേരുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒന്നും അറിയത്തില്ല അതിനെപ്പറ്റി, പക്ഷെ ചെയ്യണം എന്നുണ്ട്. അറിയാത്തത് കാരണം അതിലോട്ട് പോവാത്തവരുമുണ്ട്. അപ്പം അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പം അതുമായിട്ട് നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് പറയാവുന്നതാണ്. ഞാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യും. ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണം എന്നുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ ഡീറ്റെയിൽ ആയിട്ട് ഈ MSc നഴ്സിംഗിൻ്റെ അഡ്മിഷൻ്റെ കാര്യങ്ങളും അതിനകത്ത് ഓരോ സ്പെഷ്യാലിറ്റിയിൽ എന്തൊക്കെ വരും എല്ലാ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ, ഞാൻ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ തിരിച്ചെത്തിയിട്ടില്ല. ഇനിയിപ്പോൾ തിരിച്ച് നാളെ കോളേജിൽ പോകണം. കുറച്ച് സെമിനാർ പ്രിപ്പറേഷനുണ്ട്. പിന്നെ റിസർച്ചിൻ്റെ പ്രപ്പോസലല്ല, ഇപ്പോൾ റിസർച്ച് നമ്മൾ ബുക്ക് വെക്കാനുള്ള ടൈമായി. ഈ 30-ക്കുള്ളിൽ നമ്മൾ ബുക്കൊക്കെ വെക്കണം. അപ്പോൾ ചാപ്റ്റേഴ്സൊക്കെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ തലയ്ക്ക് ഇങ്ങനെ ഭ്രാന്ത് പിടിച്ചിരുന്നപ്പം എങ്ങോട്ടെങ്കിലും പോകണം തോന്നി. അങ്ങനെ ഒരു ദിവസം റാൻഡംലി അങ്ങ് പോയതാണ്. അപ്പം ശരി. ഇവിടെ ഭയങ്കര ട്രാഫിക് ഇല്ല, അതിന് ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. അതാണ് ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ ബൈ.